രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന വിജേഷ് കാണിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമസമിതി ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. രാജ്ഭവനിലെ ദളിത് ജീവനക്കാർക്ക് നേരെ ജാതി പീഡനവും ശാരീരിക പീഡനവും നടത്തുന്നതായി പരാതിയുണ്ട്. കുറ്റക്കാർക്കെതിരെ ഗവർണർ നടപടി സ്വീകരിച്ചിട്ടുമില്ല എന്നാണ് വലിയൊരു ആരോപണം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. വിവരങ്ങളുമായി സച്ചിനാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. സച്ചിൻ, വിജേഷ് കാണിയുടെ മരണത്തിൻ്റെ സമയത്ത് തന്നെ വലിയ ആക്ഷേപങ്ങൾ രാജ്ഭവന് നേരെ ഉയർന്നു വന്നതാണ്. ചില ജീവനക്കാർക്കെതിരെ ചെറിയ സ്ഥലമാറ്റമടക്കമുള്ള നടപടികൾ അങ്ങനെ എന്തോ എടുത്തുകൊണ്ട് അന്ന് ഈ ആക്ഷേപങ്ങളെയൊക്കെ തണുപ്പിക്കുകയായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ സ്ഥിരമായി ദളിത് പീഡനവും ജാതി ആക്ഷേപവും ഒക്കെ ഉണ്ടാകുന്നുവെന്ന വലിയ ആരോപണങ്ങൾ ഇപ്പോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ ഇതറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നു, കണ്ണടയ്ക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോവുകയാണോ? ഗുഡ് മോർണിംഗ് മനു പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കാണ് PKSന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കാൻ പോകുന്നത്. കാരണം ചികിത്സയിലിരിക്കെ രാജ്ഭവനിലെ ജീവനക്കാരനായിരുന്ന വിജേഷ് ഖാന മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 24-നായിരുന്നു വിജേഷ് ഖാന മരണപ്പെട്ടത്. രാജ്ഭവനിലെ പൂന്തോട്ട ജീവനക്കാരനായിരുന്ന വിജേഷ് ഖാന ജാതി അധിക്ഷേപവും അതുപോലെ തന്നെ ഉയർന്ന മേഖലയിലെ ജീവനക്കാരിൽ നിന്നും വലിയ രീതിയിലുള്ള പീഡനവും നേരിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീട്ടുകാർക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകർ മുൻപാകെയും വിജേഷ് ഖാന ഈ വിവരം പറഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള ജാതീയമായ പീഡനം രാജ്ഭവനിൽ നേരിടുന്നു എന്ന് വിജേഷ് ഖാന സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിജേഷ് ഖാനയുടെ കുടുംബവും പോലീസിനും അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകിയത്. മാത്രമല്ല രാജ്ഭവനിലെ മറ്റ് ജീവനക്കാരും ഇതേപോലെ ജാതീയമായ പീഡനം നേരിടുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഇതിൽ ചില ജീവനക്കാർക്ക് നേരെ രാജ്ഭവൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും കഴിഞ്ഞ മുൻകാലങ്ങളിൽ നടന്നിരുന്നു. മാത്രമല്ല വിജേഷ് ഖാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിജേഷ് ഖാനയെ CCTV ഇല്ലാത്ത രാജ്ഭവനിലെ ഭാഗങ്ങളിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നും അതുപോലെ തന്നെ വിജേഷ് ഖാന ഒരു വൃക്ക അസുഖബാധിതനാണ്. അതിനാൽ വലിയ രീതിയിലുള്ള കഠിനമായ ജോലികൾ വിജേഷ് ഖാനയ്ക്ക് നൽകരുത് എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും വിജേഷ് ഖാനയെ മരം മുറിക്കാനും അതുപോലെ തന്നെ തെങ്ങ് കയറ്റം പോലുള്ള ജോലികളിലും രാജ്ഭവനിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ചുമതലപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പീഡനമാണ് വിജേഷ് അനുഭവിച്ചിരുന്നത്. മാത്രമല്ല രാജ്ഭവനിൽ നിന്നും നിരവധി ദളിത് ജീവനക്കാരായിട്ടുള്ള തൊഴിലാളികൾ രാജിവെച്ചും പോയിരുന്നു. രാജ്ഭവനിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ വലിയ രീതിയിൽ ശക്തമായി തുടരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്ഭവനിലെ പീഡനങ്ങൾക്കെതിരെ PKSന്റെ നേതൃത്വത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ രാജ്ഭവനിൽ ഉണ്ടായിട്ടും ഗവർണറുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ ശക്തമായ നടപടി ഗവർണർ സ്വീകരിക്കണമെന്നും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് PKS തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഇന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന നേതാക്കൾ PKSന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള K സോമപ്രസാദ് അതുപോലെ തന്നെ വണ്ടിത്തടം മധു, K ശാന്തകുമാരി MLA, CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള V ജോയ് MLA തുടങ്ങിയവരും ഈ മാർച്ചിൽ പങ്കെടുക്കും. രാജ്ഭവനിൽ നിന്ന് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നേരിടുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് PKSന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ഈ വിജേഷിൻ്റെ കുടുംബം പരാതി നൽകിയിരുന്നു. വിജേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് നവകേരള സദസ്സിൽ വിജേഷിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെയുള്ള ജീവനക്കാർക്കെതിരെ നടപടിയും എടുത്തിരുന്നു. പക്ഷേങ്കിൽ ഇതിലൊക്കെ ഒരു ലാഘവമായ നടപടി മാത്രമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെയാണ് PKS ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നത്. മനു.
ശരി, ഏതായാലും വലിയ പ്രക്ഷോഭത്തിലേക്ക് PKS പോകുന്നു. അതായത് വിജേഷ് കാണിയുടെ മരണത്തിൽ ഇത് അന്ന് തന്നെ ഈ വിഷയം വലിയ വിവാദമായതാണ്. പക്ഷേ മാധ്യമങ്ങളൊന്നും അത് വലിയ തോതിൽ വാർത്തയാക്കിയിരുന്നില്ല. കാരണം രാജ്ഭവനിലാണല്ലോ സംഭവം നടന്നത്. അപ്പോൾ സ്വാഭാവികമായും പലരും അതിൻ്റെ ഉള്ളറകളിലേക്കൊക്കെ പോകാൻ മടിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് പരമാവധി പ്രേക്ഷക സമൂഹത്തിലേക്ക് എത്തിച്ചിരുന്നു. വലിയ വിവാദമായി. ചില ഉദ്യോഗസ്ഥർക്കെതിരെ ചെറിയ ചെറിയ നടപടികളൊക്കെ അന്ന് സ്വീകരിക്കുകയും ഉണ്ടായി. അതിനപ്പുറത്തേക്ക് അതിനുശേഷവും വലിയ ദളിത് പീഡനവും ജാതി ആക്ഷേപവും ഒക്കെ രാജ്ഭവനിൽ നടക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ സമര പരിപാടികളിലേക്ക്, പ്രതിഷേധ പരിപാടികളിലേക്ക് പട്ടികജാതി ക്ഷേമ സമിതി പോകുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് സച്ചിൻ നൽകിയത്.